ആയോധന കലയാണല്ലോ കളരി. കളരിയും കളരിപ്പയറ്റും ഇന്ന് നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു ഇനമാണ്. ഇതാ ഇവിടെ കളരിയുടെ എല്ലാമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കളരി ഗുരുക്കളെയും ഒരു കളരിയിലേക്കും നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള അംഗങ്ങളൊക്കെ ആശാൻ വന്നിട്ട് പഠിക്കാം. ദേവനുണ്ടല്ലോ ആശാൻ. എവിടെ? ദേവൻ ആശാൻ. ഗുരുക്കളെ, ഗുരുവല്ലടാ ഗുരു. അപ്പൊ ആശാന്റെ മുഖത്ത് കാണുന്നതോ? അതാണ് ഗുരു. അങ്ങനെ പറ. എന്റെ ലോകനാർക്കാവിൽ അമ്മമ്മേ. അമ്മമ്മ അല്ല ആശാനെ, അമ്മ. അത് പണ്ട്, ഇപ്പൊ വയസ്സായി. ആണോ? എന്റെ കളരി സീരിയൽ ദൈവങ്ങളെ. സീരിയല സീരിയൽ എന്ന് വെച്ചാൽ പരമ്പര. പ്രാർത്ഥിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇടങ്കോലിട്ട് ചവിട്ടി അനിയപ്പ് തിരിക്കുള്ള കാര്യം പറഞ്ഞു. എന്നെ കാർത്തു രക്ഷിക്കൂ. കാർത്തു ശിഷ്യന്മാരെ, നമുക്ക് ആരംഭിക്കാം. ഇടത് മാറി, വലത് മാറി, ഞെരിഞ്ഞമർന്ന്, ഇരുന്നമർന്ന്, മസിൽ പിടിച്ച്, മുടിയൊക്കെ ചീകി, കടലി ചുഴറ്റി, കഴുത്തുളുക്കി, മൈൻഡ് ചെയ്തില്ല. ഇരുന്നമർന്ന്, വലത് കാൽ പൊക്കി, ഇടത് കാൽ പൊക്കി, ചന്തുകുത്തി വീണോ? സാരമില്ല മക്കളെ. ആശാനെ, അവൻ എഴുന്നേക്കുന്നില്ല. വലം തിരിഞ്ഞ് കമഴ്ന്ന് വീണു, എഴഞ്ഞു നോക്കി, രക്ഷയില്ല. എടുത്തോട്ട് പോടാ ഇവിടുന്ന്. ഓടുന്നു. ആശാനെ, എനിക്കിന്ന് കളരിന്ന് കുറച്ച് നേരത്തെ വീട്ടിൽ പോകണം. അതെന്താ? സന്ധ്യയായിട്ട് ചെന്നാലേ അപ്പുറത്തെ വീട്ടിലെ വാസുവിന്റെ പട്ടി എന്നെ കടിക്കാൻ പറ്റും. എടാ, പട്ടി ഓടിച്ചിട്ട് കടിക്കാൻ വന്ന എന്ത് ചെയ്യണം നിന്നോട് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? മറന്നുപോയി. ഇടത് മാറി, വലത് മാറി, മൂന്നടി പിന്നോട്ട് വെച്ച്, നിലം തൊട്ട് നമസ്കരിച്ച്, പട്ടിയുടെ താടിക്ക് പിടിച്ചൊക്കെ ഒന്ന് കുലുക്കി നോക്കി, എല്ലാ കല്ലാകട്ടം എടുത്തെറിഞ്ഞ് ഓടിക്കളയണ്ടടാ. എന്റെ പൊന്നാശാനെ, ഒരു മനുഷ്യനും കടിക്കാത്ത പട്ടിയായിരുന്നു അത്. ആശാൻ പറഞ്ഞ നീ കസർത്ത് മുഴുവൻ ആ പട്ടിയുടെ മുമ്പിൽ കാണിച്ചതിന് ആ പട്ടിക്ക് ഭ്രാന്ത് പിടിച്ചിട്ടാ എന്നെ പിടിച്ച് കടിച്ചത്. കടിക്കാത്ത പട്ടിയുടെ വായിക്കാത്ത കോലിട്ടിലക്കിട്ട് കളരിക്ക് കിട്ടും. ആശാനെ, ആശാനെ കാണാൻ ഒരാൾ വരുന്നുണ്ട്. അഭ്യാസം പഠിക്കാനാണ്? അല്ല, ആശാനെ ടി വിയിൽ എടുക്കാൻ അതിന്റെ സുനയൊക്കെ ഉണ്ട്. ശിഷ്യന്മാരെ, ഗുരുക്കളെ, ഇന്നത്തെ നമ്മുടെ അഭ്യാസം കഴിഞ്ഞിരിക്കും. എല്ലാരും ഞെരിഞ്ഞമൃത വീട്ടിലോട്ട് അടിയൻ. നമസ്കാരം ആശാനെ. നമസ്കാരം. ഞാൻ ദൂരദർശനിൽ നിന്ന് വരികയാണ്. നിന്റെ ദൂരെ നിന്നുള്ള വരവ് കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. ആണാ? എന്താണ് ആശാന്റെ പേര്? എന്റെ പേര് എല്ലൂർ ഗുരുക്കൾ. എല്ലൂർ ഗുരുക്കൾ? എന്തുകൊണ്ടാണ് ആശാനെ എല്ലൂർ ഗുരുക്കൾ എന്ന് വിളിക്കുന്നത്? അതായത് അംഗത്തിനെതിരാളിയായിട്ട് ആര് വരുന്നു അവന്റെ എല്ലുരുക എന്റെ ഒരു ഹോബി തന്നെയാണ്. അങ്ങനെ വന്ന പേരായി. അത് ശരി. ആശാൻ വിവാഹിതനാണോ? വിവാഹിതനാണോന്നോ? ആറ്റുമണം മേലെ ഉണ്ണിയാർച്ച എന്ന് കേട്ടിട്ടില്ലേ? അത് ശരി. ഉണ്ണിയാർച്ചനാണോ കല്യാണം കഴിച്ചത്? ഇല്ല, തൊട്ടപ്പുറത്തെ വീട്ടുവേലക്കുന്ന ഒരു പെണ്ണ് അടിച്ചോണ്ട് വന്ന. അടിച്ചെടുത്തോണ്ട് വന്നാണല്ലേ? ആട്ടെ, ആശാന്റെ ഈ ദാമ്പത്യകരമായ ജീവിതത്തിൽ ആശാൻ എത്ര കുട്ടികളുണ്ട്? രണ്ട് പേർ. ഒന്നാമത്തവൻ ഉറുമീസ്. അവന് ഉറുമിയുടെ ഒക്കെ പരിപാടിയാണ്. രണ്ടാമത്തവൻ പൊതുവാൾ. അവന് വാളിന്റെ പരിപാടിയായിരിക്കും. ഇല്ല, അവൻ സ്മോൾ അടിച്ചാൽ വാള് വെക്കും. അത്രേ ഉള്ളൂ. പെമ്മക്കളാരും ഇല്ലേ? പെമ്മക്കളാരുമില്ല. അപ്പോഴേക്കും ഞാൻ അംഗം നിർത്തി. ആശാനെ, ഇനി അടുത്തത് കളരിപരമായിട്ടൊരു ചോദ്യമാണ്. സാധാരണ അംഗത്തിന് പോകുമ്പോൾ ഇതുപോലെ കച്ച കെട്ടുക എന്ന് പറയും. എന്തിനാണ് ഈ കച്ച കെട്ടുന്നത്? അത് അണ്ടർ ഊരി പോരിക്കാനാണ്. അത് ശരി, അതിന് വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത ചോദ്യം ആശാനെ, കളരിപരമായിട്ടുള്ള ചോദ്യം തന്നെയാണ്. ഈ ധാരകോരുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിപ്പോ എല്ലാരും ചെയ്യുന്ന സാധാരണപ്പെട്ട ഒരു സമ്പ്രദായമല്ലേ? അതായത് നമ്മൾ ആരോടെങ്കിലും കടം മേടിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വരുന്ന അവസരത്തിൽ അവര് നമ്മുടെ നാഭിക്ക് നോക്കി ചവിട്ടും. അപ്പൊ ഇങ്ങനെ മൂത്രം ധാരധാരയെ താഴേക്ക് പോകും. അതിങ്ങനെ കോരിക്കളഞ്ഞിട്ട് ധാരകോരുക. അതാണ് ധാരകോരുക. ആശാൻ തല കൊയ്യാറുണ്ടോ? തല കൊയ്യാറുണ്ടോന്നോ? ഞങ്ങൾ കുടുംബ പാരമ്പര്യമായിട്ട് തല കൊയ്യാറില്ലേ? ആണോ? എന്റെ മുതുമുത്തച്ഛൻ കൊയിലാണ്ടിക്കൂർ പോയത് ചതീൻ ചന്തുന്റെ തലയോട്ടിയല്ല മതിലിന്റെ പുറത്തിരിക്കുന്നത്. ഏതില്ലിരിക്കണ ചതീൻ ചന്തുന്റെ തലയോട്ടിയാണോ? അതിന് തൊട്ടപ്പുറത്ത് ഒരു ചെറിയ തലയോട്ടി ഇരിപ്പുണ്ടല്ലോ, അതാരുടെയാണ്? അത് ചന്തുന്റെ ചെറുപ്പത്തിലുള്ള തലയോട്ടി. രണ്ട് തലയോട്ടി. ആശാനെ, ഈ പൂട്ടുകൾ എത്ര വിധമുണ്ട്? പൂട്ടുകൾ പല വിധമില്ല. ഗോദ്രേജ് പുട്ട്, ഗോതമ്പ് പുട്ട്, അരിപ്പുട്ട്, ഉണക്കം. അയ്യോ, ആ പൂട്ടല്ല, പൂട്ട്. മർമ്മം. ഓ, മർമ്മം. അല്ല, എന്ത് മർമ്മം? എന്നോടോ? ഞാൻ വന്നപ്പോൾ ചോദിക്കണോർത്താണ്. എന്താണ് ആശാന്റെ ഇവിടെ ഒരു മുറിവ്? അതൊരു ഇല വന്ന് വീണത്. പിന്നെ ഒരു ഇല വന്ന് വീണ ഇതുപോലെ മുറിയല്ലേ? പിന്നെ തെങ്ങിന്റെ ഇല വന്ന് വീണ ഇത്ര വലിയ മുറിവുണ്ടാവും. ഓല വീണ. അപ്പൊ ഈ തെങ്ങ് ചതിക്കൂല എന്ന് പറഞ്ഞിട്ട്? തെങ്ങ് ചതിക്കില്ല, പക്ഷെ ചതയ്ക്കും, അതുറപ്പാ. ആശാൻ, അവസാനമായിട്ടൊരു ചോദ്യമാണ്. ഈ ഇരിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ആശാന്റെ എന്തെങ്കിലും ഒരു അഭ്യാസം, ഒരു മുറ കാണിച്ചു കൊടുക്കാമോ? അയ്യോ, വളരെ ബുദ്ധിമുട്ടാണ്. പ്ലീസ്, അങ്ങനെ നടക്കത്തില്ല. പറയുന്ന മനസ്സിലാക്കും. നിനക്ക് അത്ര വലിയ നിർബന്ധമാണെങ്കിൽ ഈ വരുന്ന 26-ാം തീയതി രാജ്യാന്തര മൈതാനത്ത് ഞാൻ റഷ്യയിലെ ഖുവാൻ ചാന്തമുള്ള ഒരു റെസ്ലിംഗ് കോമ്പറ്റീഷൻ, ഒരു ഗുസ്തി മത്സരം, അവിടെ വരുവാൻ എന്റെ ശക്തമായ പ്രകടനം നിനക്ക് കാണാം. ഈ വരുന്ന 26-ാം തീയതി രാജ്യാന്തര മൈതാനത്ത് ആശാൻ റഷ്യയിലെ ഖുവാൻ ചാന്ത തമ്മിലുള്ള റെസ്ലിംഗ്
മത്സരം ഓക്കെ അവിടെ വെച്ച് കാണാം ഓക്കെ Are you ready? Ladies and gentlemen, behind the show competition in 2003. Upon the stage, believing the famous, the glorious, and the one of the most exciting wrestling film. You will be in a cave. You can experience it. No, I just you may be seen, ladies and gentlemen, because the show, the world of most wrestling federation competition in 2003. You know the feeling. You can be Ellur Gurikal from Kerala. Here comes. Please come on, clap your hands for us. Go. Ellur Gurikal from Kerala. Go. From Kerala.